പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷവും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കാണിച്ച ഒൺമാൻ ഷോയ്ക്കെതിരെ പ്രതിപക്ഷത്ത് നിന്ന് വളരെയേറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോൾ RSS മേധാവിയും നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി വന്നിരിക്കുന്നു. RSS തലവൻ മോഹൻ ഭാഗവത് ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ചിലർ സൂപ്പർമാനും ദേവനും ഭഗവാനുമാകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രംഗത്ത് വന്നു. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ജാർഖണ്ഡിലെ ഗുംലയിൽ നടന്ന തൊഴിലാളികളുടെ സമ്മേളനത്തിലായിരുന്നു മോദിക്കെതിരായ RSS തലവന്റെ ഒളിയമ്പ്. ചിലർ സൂപ്പർമാനും ദേവനും ഭഗവാനുമാകാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ പരാമർശം. ഒരു കാര്യകർത്താവ് എല്ലാം ചെയ്തെന്ന് വിചാരിക്കുന്നു, എന്നാൽ പലതും ഇനി ചെയ്യാൻ ബാക്കിയുണ്ടെന്നും വികസനം തുടർച്ചയായ പ്രക്രിയയാണെന്നും RSS തലവൻ കൂട്ടിച്ചേർത്തു. കാലത്തിനനുസരിച്ച് പ്രവൃത്തിയിലും മാറ്റം വരുത്തണമെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. तो फिर मनुष्य अलौकिक बनना चाहता, सुपरमैन बनना चाहता, अति मानव बनना चाहता, लेकिन वहां रुकता नहीं. उसको लगता है कि देव बनना चाहिए, तो वो देवता बनना चाहता है. लेकिन देवता कहते कि हमसे तो भगवान बड़ा है, वो भगवान बनना चाहता है. മോഹൻ ഭഗവതിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രംഗത്ത് വന്നു. നാഗ്പൂരിൽ നിന്നും മിസൈലുകൾ തൊടുത്തുവിട്ടത് സ്വയം പ്രഖ്യാപിത ദൈവത്തിന് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പാണെന്നായിരുന്നു ജയറാം രമേശിന്റെ ട്വീറ്റ്. നേരത്തെയും RSS തലവൻ മോദിക്കെതിരെ ഗുരുതര വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഒരു യഥാർത്ഥ സേവകൻ അഹങ്കാരമില്ലാത്തവനാകണമെന്നായിരുന്നു അന്ന് മോദിക്കെതിരായ മോഹൻ ഭാഗവതിന്റെ പരാമർശം. കൈരളി ന്യൂസ്, ദില്ലി.